ഗായ്സ്, അപ്പോൾ നമ്മൾ രാവിലെ തന്നെ പോത്തുകളെ അഴിച്ചു വിട്ടിട്ടുണ്ട് കേട്ടോ. ഇതാ നമ്മളുടെ പോത്തുകൾ മേയുന്നുണ്ട്. ഇതാ ഗുണ്ടപ്പൻ്റെ മേലെയൊക്കെ ഫുള്ളും ചളിയാണ്. ഇനിയിപ്പോൾ പിന്നെ ഈ കുഴിയിൽ ഇന്നും കഴുകേണ്ടി വരും. നമ്മൾ ഇവിടെ കുഴിയിൽ വെള്ളം ഉള്ളതുകൊണ്ട് നമുക്ക് സൂപ്പറാണ്. കാരണം വീട്ടിൽ വെള്ളം ചിലവില്ലല്ലോ, നമുക്കിവിടെ കൊണ്ട് കഴുകിയാൽ മതിയല്ലോ. ഇതൊക്കെ വീടിൻ്റെ പുറകിലുള്ള തോടുകളും ഇത് കുഴികളൊക്കെ ഉണ്ട്. ഇത് മഴ വെള്ളം നിറഞ്ഞിട്ട് നിൽക്കണതാണ്. ഇതിപ്പോൾ മഴ പോയി കഴിഞ്ഞാൽ ഇവിടെയൊക്കെ വരണ്ട് കിടക്കും. നമ്മളുടെ പോത്തപ്പന്മാർ മെയ്യുന്നുണ്ട് കേട്ടോ. നമ്മൾ രാവിലെ അഴിച്ചു വിട്ടിട്ടുണ്ട്. ഇതാ അതിൻ്റെ പുറകിൽ ഇതാ മെയ്യുന്നുണ്ട. അപ്പം നമ്മൾ കൂടെ നിന്ന് കഴിഞ്ഞാൽ ഇവർ ഇവിടെ തന്നെ നിന്ന് വയറ് നിറയ്ക്കും. ഇന്ന് ഫുള്ളും വളം ഇട്ടിട്ട് അതിൻ്റെ മേലെ ഫുൾ വളമാണ്. അപ്പം നമ്മളുടെ ഇവിടെ കുഴിയുണ്ട്. മഴയായതുകൊണ്ട് വെള്ളമൊക്കെ നിറയുണ്ട്. നമുക്കിതെല്ലാം കഴുകാൻ വീട്ടിൽ കഴുകണതിൻ്റെ പകരം നമുക്ക് ഇവിടെയൊക്കെ കൊണ്ടുവരുന്ന ഇറക്കി കഴിഞ്ഞാൽ ഇവർ ഈ വെള്ളത്തിൽ കിടന്ന് കഴുകണ വീഡിയോ ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം കാണാത്തവരെടുത്ത് നോക്കുക കേട്ടോ. പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്ന എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മളുടെ പോത്ത് ജീവിതം ഓരോ ദിവസവും എങ്ങനെയാണെന്ന് ഉണ്ടാ. നമ്മുടെ പോത്തുകൾ മെയിൻ വയറ് നിറയ്ക്കട്ടെ. ആൾക്കാർ വരുമ്പോൾ നോക്കുന്നുണ്ടോ പോത്തപ്പന്മാർ. അവിടെ ഒരു പട്ടിയുണ്ട്, അതിനെ ഓടിക്കുന്നു. ഈ ഗുണ്ടനാണ് ആൾക്കാരെയും പട്ടികളിലേക്ക് കണ്ട ഓടിക്കും. അവനൊരു പ്രത്യേക നോട്ടമാണ് കണ്ട. ആ പട്ടി ഓടി, അവൻ അതിൻ്റെ ബാക്കിൽ പോയതാണ്. ഇവർ മേയ്ക്കുന്നത് ഭയങ്കര കോമഡിയാണ് ചില സമയത്ത്. ഇതിൻ്റെ ബാക്കിലൊക്കെ നമുക്ക് ഓടുമ്പോൾ അയ്യോ പോത്തുകളെ വളർത്തേണ്ട തോന്നും. പിന്നെ തോന്നും ചിലപ്പോൾ നിന്ന് മെയിനാകുമ്പോൾ പോത്ത് മേയ്ക്കൽ ഭയങ്കര സിമ്പിളാണല്ലോ എന്നൊക്കെ തോന്നും. ആ പട്ടി പേടിച്ചോടി വീടെത്തിയിട്ടാണ്. വീട്ടിൽ നിന്നിട്ടുള്ള രോദനമാണ്, കുരയ്ക്കാണ്. ഇവിടെയൊക്കെ നിറയെ മേയാനുണ്ട്. പക്ഷെ ഇവരും മേയില്ല. നമ്മൾ കൂടെ നിന്നില്ലെങ്കിൽ ഇവർ മേയില്ല. അതുകൊണ്ടാണ് ഇതിൻ്റെ കൂടെ തന്നെ നിൽക്കുന്നത്. പിന്നെ രാവിലെ നമുക്കൊരു ടൈം പാസ്സാണ്. പോത്തുകളെയും വിട്ടിട്ട് ഇവിടെ വന്ന് ഇങ്ങനെ നിൽക്കുമ്പോൾ നമുക്കും സമയം പോകും. കാരണം വീടിൻ്റെ പുറകിലും വീടിൻ്റെ അടുത്തുള്ള സ്ഥലങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്ക് വലിയ ദൂരമൊന്നും പോകണ്ടല്ലോ. നമുക്ക് വീട്ടിൽ നിന്ന് നോക്കിയാലും കാണാം. അതുകൊണ്ട് അവൻ്റെ മേലെ ഫുൾ ചാണകമാണ്. ഇതിപ്പോൾ നമ്മൾ അഴിച്ചു വിട്ടിട്ടുള്ളൂ. അപ്പോൾ ഈ വെള്ളത്തിൽ തന്നെ കിടത്തി കഴുകാൻ വേണ്ടിയിട്ട് ഇവർ മേഞ്ഞ് കഴിഞ്ഞിട്ടേ വെള്ളത്തിൽ കിടക്കുകയുള്ളൂ. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമ്മൾ തൊഴുത്ത് കഴുകുന്ന കൂട്ടത്തിൽ ഇവരെയും കഴുകി വിടാറാ ചെയ്യുക. അപ്പോൾ ഈ കുഴികളിൽ വെള്ളം ഉള്ളതുകൊണ്ട് ഇവിടെ കൊണ്ടുപോയി കഴുകാമല്ലോ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ആകുമ്പോൾ നന്നായി വൃത്തിയിൽ കഴുകുക. അപ്പോൾ അതുകൊണ്ടാണ് ഇതുകൊണ്ട് അവർ മെയിൻ. അപ്പോൾ എത്ര പേർക്ക് ഇങ്ങനെ പോത്ത് മേയ്ക്കലും പോത്ത് വളർത്തലും പോത്ത് ബിസിനസ് ചെയ്യാനൊക്കെ ആഗ്രഹമുണ്ടെന്നൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇന്നത്തെ കാലത്ത് നമ്മൾ സ്വന്തമായിട്ട് പണിക്ക് പോകുന്നതിനേക്കാളും, അതായത് ഒരാളുടെ കീഴിൽ വർക്ക് ചെയ്യുന്നതിനേക്കാളും നമുക്ക് അതുപോലെയൊക്കെ വല്ല പോത്തുകൾ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു വിട്ട് കഴിഞ്ഞാൽ നമുക്കൊരു ഏണിങ്സും കൂടിയാണ്, നമുക്കൊരു ബിസിനസ് മാർഗവും കൂടിയാണ്. ഞങ്ങൾക്കിങ്ങനെ പോത്ത് വളർത്തുക എന്നുള്ളത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. മുമ്പ് വീട്ടിൽ പോത്തും പശുക്കളൊക്കെ ഉണ്ടായിരുന്നതാണ്. പിന്നീട് അത് കൊടുത്തു. അപ്പോൾ അത് വീണ്ടും നമ്മൾ പോത്ത് മേടിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ പോത്ത് വളർത്താൻ പറ്റിയിട്ടുള്ള സാഹചര്യം, അതായത് പോത്ത് വളർത്താൻ പറ്റിയിട്ടുള്ളൊരു ഇതാണ് കേട്ടോ. കാരണം പാടങ്ങളായാലും ഇവർക്ക് വെള്ളത്തിൽ കളിക്കാനാണെങ്കിൽ തോടുകളുണ്ട്, മേയാനാണെങ്കിൽ ഇതുപോലെ പറമ്പുകളുണ്ട്. അതുകൊണ്ട് ഇവരെ വളർത്തൽ നമുക്ക് ഈസിയാണ്. പക്ഷെ അതില്ലാണ്ടാവുമ്പോഴാണ് നമുക്ക് പുല്ലരിയണം, ഇവർക്കുള്ള വൈക്കോലുകൾ നിറയെ ശേഖരിച്ച് വെക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ നമുക്കിവിടെ ഈ തോടും പറമ്പുകളൊക്കെ ഉള്ളതുകൊണ്ട് ഇവരെ കുളിപ്പിക്കാനാണെങ്കിൽ നമുക്ക് വെള്ളത്തിനധികം ചിലവുകൾ വരില്ല. അതുപോലെ തന്നെ അവർക്ക് വൈക്കോലാണെങ്കിൽ നമുക്ക് പാടങ്ങളൊക്കെ ഇവിടെ ഉള്ളതുകൊണ്ട് കൊയ്ത്ത് കഴിഞ്ഞാൽ നമുക്ക് വൈക്കോല് കുറഞ്ഞ വിലയിൽ കിട്ടും. അപ്പം അങ്ങനെയുള്ള ഗുണങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഞങ്ങളുടെ ഇവിടെ നിന്ന് വൈക്കോല് വാങ്ങിക്കാൻ പോലും എറണാകുളം, തിരുവനന്തപുരത്ത് നിന്ന് വരെ ആൾക്കാർ വരാറുണ്ട്. വൈക്കോല് അതും നമ്മളിവിടെ 110 രൂപയ്ക്ക് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് 200-300 രൂപയ്ക്കൊക്കെ ആയിരിക്കും സീസൺ കഴിഞ്ഞിട്ട് വരുമ്പോൾ കൊടുക്കുക. 3 ആളും മേക്കലാണ്. അതാണ് നമ്മളുടെ ഗുണ്ട്. ഈ പോത്ത് മെയിൻ കാണാനും നല്ല രസമാണ്. എനിക്കിങ്ങനെ ടൈം പോവും. മൂന്നവിടെ നിന്ന് മെയ്യുന്നുണ്ട്. പോത്ത് വളർത്താൻ താല്പര്യമുള്ളവരൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നമ്മുടെ പോത്തുകളിലെ കണ്ടു കഴിഞ്ഞാൽ ആ നായ്ക്കൾ രണ്ടാളും പറന്നു. അതും പ്രത്യേകിച്ച് കണ്ടു. ഇവർ രണ്ടാളും പോലും ഗുണ്ടപ്പനാണ്. അവരെ കാണുമ്പോൾ അതിന് നേരിട്ട് പോകും. അവരെ കണ്ടു കഴിഞ്ഞാൽ അവർ പറക്കും. മുമ്പ് ഞാൻ കാണിച്ചിട്ടുണ്ട്. ഒരാളായിരുന്നു ആ സൈഡിൽ നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനെ ഓടിച്ചപ്പം വേറൊരാളെയും കൂട്ടിയിട്ട് വന്നതാണ്. ഇപ്പോൾ രണ്ടാളെയും പട്ടി ഓടി അതാ വെക്കുന്നുണ്ട്. അവൻ്റെ കൂട്ടാളിഞ്ഞു. നിങ്ങൾ 3 ആളുണ്ടെങ്കിൽ ഞങ്ങൾ 2 ആളാണെന്ന് പേടിച്ചിട്ട്. പേടിച്ചോടി. പോത്ത് മേയ്ക്കാൻ വരുമ്പോൾ കാണുന്ന ചില കാഴ്ചകളാണ് കേട്ടോ അതൊക്കെ. പോത്തുകൾ ഇവരെ പേടിപ്പിക്കുന്നതും ഓടിപ്പിക്കുന്നതൊക്കെ. എത്ര പേരുടെ വീട്ടിൽ പോത്തുണ്ട്, ആരൊക്കെ ഇതുപോലെ പോത്ത് മേയ്ക്കാൻ പോകുന്നൊക്കെ കമൻറ്റ്സ് ഇടണം കേട്ടോ. ഇതുകളുടെ അടുത്ത് പോയിട്ട് ഫുള്ളും എൻ്റെ കാലിലൊക്കെ ചളിയായിട്ട്. അപ്പോൾ ഞാൻ കാല് കഴുകാൻ വേണ്ടിയിട്ട് ഇവിടെ ഈ വെള്ളത്തിൽ വന്നാണ്. മേയിച്ച് കഴിഞ്ഞിട്ടേ നമ്മൾ ഇവനെ കഴുകണുള്ളൂ. കാരണം അല്ലെങ്കിൽ വീണ്ടും ഇവർ കഴുകി വിട്ട് കഴിഞ്ഞാൽ വീണ്ടും ഈ ചളിയിൽ കൂടെ തന്നെ നടന്ന് മേയും. അതുകൊണ്ട് കുഴിൻ്റെ അവിടെ നിന്ന് മേഞ്ഞ്
അതാ പോയി നിൽക്കും. ഇവർ രണ്ടാളും മേയുന്നുണ്ട്. ഇപ്പോൾ ഫുൾ അലമ്പ് കാണിക്കുന്നത് തടിയനാണ് കേട്ടോ, നമ്മുടെ ഗുണ്ടൻ പോത്താണ്. അല്ലെങ്കിൽ മുമ്പ് ചെമ്പനായിരുന്നു, ഇപ്പോൾ ചെമ്പൻ മേയാൻ തുടങ്ങി. വിരയ്ക്കുള്ള മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് നല്ല മാറ്റം ഉണ്ടാവും. അതായത് ഇവർ മേയാണ്ടിരിക്കുക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ, വിരശല്യം ഉണ്ടെങ്കിൽ ഇവർ അധികം മേയില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഇടയ്ക്ക് വിരൻ്റെ കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് കൊടുത്തതിന് ശേഷമാണ് നമ്മുടെ ചെമ്പൻ പോത്തിന് മാറ്റം വന്നത് കേട്ടോ, അവ മേയാൻ തുടങ്ങിയത്. അപ്പോൾ തടിയൻ പോത്താണ് അലമ്പ് കാണിക്കുന്നത്. അവൻ അതാ കാടിൻ്റെ ഉള്ളിൽ നിന്ന് മെയ്യാണോ എന്ത് ചെയ്യണമെന്ന് അറിയില്ല, നമുക്ക് ഇവിടെ നിന്ന് നേരെ കാണില്ല. അവിടെ പോയിട്ട് ആട്ടാൻ പോകണം, അപ്പോൾ അല്ലെന്നുണ്ടെങ്കിൽ അവർ പണി തരും. ഗൈസ്, നമ്മുടെ പോത്തുക്കുട്ടപ്പന്മാർ ഇത് വേണ്ട, മൂന്നവിടെ നിന്ന് മേയുന്നുണ്ട്. അപ്പോൾ ഇവർ മേയ്ച്ച് വയറ് നിറയ്ക്കട്ടെ. ഇനി ഇവരിനെ കുഴിയിലിറക്കി നമുക്ക് കഴുകണം വീടിന് മേലെ. അത് കഴുകിയൊക്കെ കഴിഞ്ഞ് നമുക്ക് വീട്ടിൽ കൊണ്ട് കെട്ടിയിടുക. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ പോത്ത് മേയ്ക്കൽ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്ന എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നെക്സ്റ്റ് ഒരു വീഡിയോ വരുന്നതായിരിക്കും. ബൈ. പോത്ത് കുളിക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ വീണ്ടും എടുക്കാത്തത്. അപ്പോൾ കാണാത്തവർ നമ്മുടെ ചാനലിൽ പോയി നോക്കിയാൽ കാണാം കേട്ടോ.